9/8/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പുരുഷോത്തമ സംഗമയുഗം മംഗളകാരി യുഗമാണ്. ഇതിൽ തന്നെയാണ് പഠനത്തിലൂടെ നിങ്ങൾക്ക് ശ്രീകൃഷ്ണപുരിയുടെ അധികാരി ആകേണ്ടത്. ചോദ്യം: ബാബ മാതാക്കളിൽ ജ്ഞാനത്തിൻ്റെ കലശം എന്തുകൊണ്ട് വയ്ക്കുന്നു? ഏതൊരു സമ്പ്രദായം ഭാരതത്തിൽ മാത്രമാണ് നടക്കുന്നത്? ഉത്തരം: പവിത്രതയുടെ രാഖി ബന്ധിച്ച് എല്ലാവരെയും പതിതത്തിൽ നിന്നും പാവനമാക്കുന്നതിനു വേണ്ടി ബാബ മാതാക്കളിൽ ജ്ഞാനത്തിൻ്റെ കലശം വയ്ക്കുന്നു. രക്ഷാബന്ധനത്തിൻ്റെയും ആചാരം ഭാരതത്തിൽ തന്നെയാണുള്ളത്. സഹോദരി സഹോദരനെ രാഖി ബന്ധിക്കുന്നു. ഇത് പവിത്രതയുടെ അടയാളമാണ്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ പാവനമായി പാവന ലോകത്തിൻ്റെ അധികാരിയായി മാറും. ഗീതം ഭോലാനാഥനിൽ നിന്നും വേറിട്ടത്. ഓം ശാന്തി. ഇത് ഭോലാനാഥൻ്റെ മഹിമയാണ്. ആ ഒന്നിനെക്കുറിച്ച് നൽകുന്നവൻ എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ശ്രീ ലക്ഷ്മി നാരായണന് ഈ രാജ്യഭാഗ്യം ആരാണ് നൽകിയത്? തീർച്ചയായും ഭഗവാൻ നൽകിയിട്ടുണ്ടാകും. കാരണം സ്വർഗത്തിൻ്റെ സ്ഥാപന ആ ഒന്ന് തന്നെയാണ് ചെയ്യുന്നത്. സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ഭോലാനാഥൻ ഏതുപോലെ ലക്ഷ്മി നാരായണന് നൽകിയോ അതേപോലെ തന്നെ ശ്രീകൃഷ്ണന് നൽകി. രാധാകൃഷ്ണൻ്റെ അഥവാ ലക്ഷ്മി നാരായണൻ്റെ കാര്യം ഒന്നു തന്നെയാണ്. എന്നാൽ രാജധാനിയില്ല. അവർക്ക് പരംപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും രാജ്യം നൽകാൻ സാധിക്കില്ല. അവരുടെ ജന്മം സ്വർഗത്തിൽ തന്നെയാണ് എന്ന് പറയും. ഇത് കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. കുട്ടികളായ നിങ്ങൾ മാത്രമേ ജന്മാഷ്ടമിക്ക് മനസ്സിലാക്കിക്കുകയുള്ളൂ. ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി ഉള്ളപ്പോൾ രാധയുടേതും ഉണ്ടാകേണ്ടതാണ്. കാരണം രണ്ടുപേരും സ്വർഗത്തിൽ വസിക്കുന്നവരായിരുന്നു. രാധാകൃഷ്ണൻ തന്നെയാണ് സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണൻ ആകുന്നത്. മുഖ്യമായ കാര്യം ഇതാണ്. അവർക്ക് ഈ രാജ്യം ആര് നൽകി? ഈ രാജയോഗം എപ്പോൾ ആര് പഠിപ്പിച്ചു? സ്വർഗത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുകയില്ല. സത്യയുഗത്തിലാണെങ്കിൽ അവർ ഉത്തമ പുരുഷൻ തന്നെയാണ്. കലിയുഗത്തിന് ശേഷം തന്നെയാണ് സത്യയുഗം. അപ്പോൾ തീർച്ചയായും കലിയുഗ അന്തിമത്തിൽ രാജയോഗം പഠിച്ചിട്ടുണ്ടാകും. അതിലൂടെ പിന്നെ പുതിയ ജന്മത്തിൽ രാജപദം പ്രാപ്തമാക്കി. പഴയ ലോകത്തിൽ നിന്നും പുതിയ പാവന ലോകം ഉണ്ടാകുന്നു. തീർച്ചയായും പതീത പാവനൻ തന്നെ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ സംഗമയുഗത്തിൽ ഏതൊരു ധർമ്മമാണുള്ളത്? ഇത് ആർക്കും അറിയില്ല. പഴയ ലോകത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും പുരുഷോത്തമ സംഗമയുഗമാണ് ഇത്. അത് പാടപ്പെട്ടിട്ടുണ്ട്. ഈ ലക്ഷ്മി നാരായണൻ പുതിയ ലോകത്തിൻ്റെ അധികാരിയാണ്. ഇവരുടെ ആത്മാവിന് പൂർവജന്മത്തിൽ പരംപിത പരമാത്മാവ് രാജയോഗം പഠിപ്പിച്ചു. ആ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തി വീണ്ടും പുതിയ ജന്മത്തിൽ ലഭിക്കുന്നു. ഇതിൻ്റെ നാമം തന്നെ മംഗളകാരി പുരുഷോത്തമ സംഗമയുഗം എന്ന് തന്നെയാണ്. തീർച്ചയായും വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മത്തിൽ തന്നെയാണ് ഇവരെ ആരെങ്കിലും രാജയോഗം പഠിപ്പിച്ചിട്ടുണ്ടാവുക. കലിയുഗത്തിൽ അനേകം ധർമ്മങ്ങളുണ്ട്. സത്യയുഗത്തിൽ ഉണ്ടായിരുന്നത് ഒരു ദേവീ ദേവതാ ധർമ്മമാണ്. സംഗമത്തിൽ ഏതൊരു ധർമ്മമാണുള്ളത്? ഏതൊന്നിലൂടെയാണ് ഈ പുരുഷാർത്ഥം ചെയ്ത് രാജയോഗം പഠിച്ച് സത്യയുഗത്തിൽ പ്രാപ്തി അനുഭവിക്കുകയും ചെയ്തത്? മനസ്സിലാക്കിച്ചു തരുന്നു. സംഗമയുഗത്തിൽ ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണർ തന്നെയാണ് ജനിച്ചത്. ചിത്രത്തിലുമുണ്ട് ബ്രഹ്മാവിലൂടെ കൃഷ്ണപുരിയുടെ സ്ഥാപന എന്ന്. വിഷ്ണു അഥവാ നാരായണപുരി എന്ന് പറഞ്ഞാലും കാര്യം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ കൃഷ്ണപുരിയുടെ അധികാരിയാകുന്നു. ഈ പഠനത്തിലൂടെയും പാവനമാകുന്നതിലൂടെയും. ശിവഭഗവാൻ വാച ആണല്ലോ. ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് തന്നെയാണ് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മത്തിൽ വീണ്ടും ഇതാകുന്നത്.
84 ജന്മങ്ങൾ എടുക്കുന്നുവല്ലോ. ഇതാണ് 84ാമത്തെ ജന്മം. ഇദ്ദേഹത്തെ തന്നെയാണ് പിന്നെ ബ്രഹ്മാവ് എന്ന നാമം വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ഈശ്വരൻ രചന രചിച്ചുവെങ്കിൽ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ എവിടെ നിന്ന് വന്നു? എങ്ങനെ രചിച്ചു? ജനിക്കാൻ തക്കവണ്ണം അത്ഭുത മന്ത്രം പ്രയോഗിച്ചുവോ? ബാബ തന്നെയാണ് അവരുടെ ഹിസ്റ്ററി പറഞ്ഞു തരുന്നത്. അഡോപ്റ്റ് ചെയ്യാനുള്ളപ്പോൾ പേര് മാറുന്നു. ബ്രഹ്മാവ് എന്ന പേര് ആയിരുന്നില്ലല്ലോ. പറയുന്നു വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ എന്ന്. അപ്പോൾ തീർച്ചയായും പതീത മനുഷ്യനായി. ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ആർക്കും അറിയില്ല. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മം ആരുടേതായി? ലക്ഷ്മി നാരായണൻ തന്നെയാണ് ധാരാളം ജന്മങ്ങൾ എടുത്തത്. നാമം, രൂപം, ദേശം, കാലം മാറി വരുന്നു. ശ്രീകൃഷ്ണന്റെ ചിത്രത്തിൽ 84 ജന്മങ്ങളുടെ കഥ ക്ലിയറായി എഴുതിയിട്ടുണ്ട്. ജന്മാഷ്ടമിക്ക് ശ്രീകൃഷ്ണന്റെ ചിത്രവും വളരെയധികം വിൽക്കുന്നുണ്ടാകും. കാരണം ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ എല്ലാവരും പോകുമല്ലോ. രാധാകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് പോകുന്നത്. ശ്രീകൃഷ്ണനോടൊപ്പം രാധ തീർച്ചയായും ഉണ്ടായിരിക്കും. രാധാകൃഷ്ണനായ പ്രിൻസസ് തന്നെയാണ് ലക്ഷ്മി നാരായണനായ മഹാരാജാവും മഹാറാണിയും ആകുന്നത്. അവർ തന്നെയാണ് 84 ജന്മങ്ങളെടുത്ത് പിന്നെ അന്തിമ ജന്മത്തിൽ ബ്രഹ്മാവും സരസ്വതിയുമായത്. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ബാബ പ്രവേശിച്ചു. ഈ ഒന്നിനോട് തന്നെ പറയുന്നു, നീ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. നീ പൂർവ്വജന്മത്തിൽ ലക്ഷ്മി നാരായണൻ ആയിരുന്നു. പിന്നെ ഈ ജന്മമെടുത്തപ്പോൾ അവർ അർജുനൻ എന്ന പേര് പറഞ്ഞിരിക്കുന്നു. അർജുനനെ രാജയോഗം പഠിപ്പിച്ചു. അർജുനനെ പ്രത്യേകമാക്കി. എന്നാൽ അദ്ദേഹത്തിൻ്റെ നാമം അർജുനൻ എന്നല്ല. ബ്രഹ്മാവിൻ്റെ ജീവചരിത്രം വേണമല്ലോ. എന്നാൽ ബ്രഹ്മാവിൻ്റെയും ബ്രാഹ്മണരുടെയും വർണ്ണന എവിടെയുമില്ല. ഈ കാര്യങ്ങൾ ബാബ തന്നെയാണിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. എല്ലാ കുട്ടികളും കേൾക്കും. പിന്നെ കുട്ടികൾ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുകയും ചെയ്യും. കഥ കേട്ട ശേഷം പിന്നെ മറ്റുള്ളവരെ ഇരുന്ന് കേൾപ്പിക്കുന്നു. നിങ്ങളും കേൾക്കുന്നു, പിന്നെ കേൾപ്പിക്കുന്നു. ഇത് പുരുഷോത്തമ സംഗമ യുഗമാണ്, ലീപ് യുഗമാണ്, എക്സ്ട്രാ യുഗമാണ്. പുരുഷോത്തമ മാസം വരുമ്പോൾ 13 മാസം ഉണ്ടായിരിക്കും. ഈ സംഗമയുഗത്തിൻ്റെ ഉത്സവം തന്നെയാണ് ഓരോ വർഷവും ആഘോഷിക്കുന്നത്. ഈ പുരുഷോത്തമ സംഗമയുഗത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. ഈ സംഗമയുഗത്തിൽ തന്നെയാണ് ബാബ വന്ന് പവിത്രമാക്കുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യിക്കുന്നത്. പതീത ലോകത്തിൽ നിന്നും പാവന ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. രക്ഷാബന്ധൻ്റെയും ആചാരം ഭാരതത്തിൽ തന്നെയാണുള്ളത്. സഹോദരി സഹോദരനെ രാഖി ബന്ധിക്കുന്നു. എന്നാൽ ആ കുമാരിയും പിന്നീട് അപവിത്രമാകുന്നു. ഇപ്പോൾ ബാബ മാതാക്കളായ നിങ്ങളിൽ ജ്ഞാനത്തിൻ്റെ കലശം വെച്ചിരിക്കുന്നു. ബ്രഹ്മകുമാരിമാർ ഇരുന്ന് പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യിക്കുന്നതിൻ്റെ രാഖി ബന്ധിക്കുന്നു. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവന ലോകത്തിൻ്റെ അധികാരിയാകും. ബാക്കി ഏതെങ്കിലും രാഖിയോ മറ്റോ ബന്ധിക്കേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാക്കിച്ചു തരുന്നു. ഏതുപോലെ സാധു സന്യാസിമാർ ദാനം ആവശ്യപ്പെടുന്നു. ചിലർ പറയുന്നു ക്രോധത്തിൻ്റെ ദാനം നൽകൂ. ചിലർ പറയുന്നു ഉള്ളി കഴിക്കരുത്. സ്വയം കഴിക്കാത്തവർ ദാനം സ്വീകരിക്കുന്നുണ്ടാകും. ഇവയെല്ലാത്തിനേക്കാളും ഭാരിച്ച പ്രതിജ്ഞയാണ് പരിധിയില്ലാത്ത ബാബ ചെയ്യിക്കുന്നത്. നിങ്ങൾ പാവനമാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പതീത പാവനായ ബാബയെ ഓർമ്മിക്കൂ. ദ്വാപരം മുതൽ നിങ്ങൾ പതീതമായി വന്നു. ഇപ്പോൾ മുഴുവൻ ലോകവും പാവനമാകേണ്ടത് ആവശ്യമാണ്. അത് ബാബയ്ക്ക് മാത്രമേ ആക്കുവാൻ സാധിക്കൂ. സർവരുടെയും സദ്ഗതി ദാതാവ് ഏതെങ്കിലും മനുഷ്യൻ ആവുക സാധ്യമല്ല. ബാബ തന്നെയാണ് പാവനമാകുന്നതിൻ്റെ പ്രതിജ്ഞ വാങ്ങുന്നത്. ഭാരതം പാവനമായ സ്വർഗമായിരുന്നല്ലോ. പതീത പാവനൻ ആ പരംപിത പരമാത്മാവ് തന്നെയാണ്. ശ്രീകൃഷ്ണനെ പതീത പാവനൻ എന്ന് പറയില്ല. ആ ഒന്നിൻ്റെ ജന്മം ഉണ്ടാകുന്നു. ആ ഒന്നിന് മാതാപിതാക്കളും കാണിക്കുന്നു.
ഒരു ശിവൻ്റേത് മാത്രമാണ് അലൗകിക ജന്മം. ആ ഒന്ന് സ്വയം തന്നെ തൻ്റെ പരിചയം നൽകുന്നു. ഞാൻ സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ശരീരത്തിൻ്റെ ആധാരം തീർച്ചയായും എടുക്കേണ്ടി വരും. ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരം, പതീത പാവനൻ, രാജയോഗം പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. ബാബ തന്നെയാണ് സ്വർഗത്തിൻ്റെ രചയിതാവ്. നരകത്തിൻ്റെ വിനാശവും ചെയ്യിക്കുന്നു. എപ്പോഴാണോ സ്വർഗമുള്ളത് അപ്പോൾ നരകം ഇല്ല. ഇപ്പോൾ പൂർണ്ണമായും രൗരവ നരകമാണ്. എപ്പോഴാണോ തികച്ചും തമോ പ്രധാനം നരകവും ആകുന്നത് അപ്പോൾ തന്നെയാണ് ബാബ വന്ന് സതോ പ്രധാനവും സ്വർഗവും ആക്കുന്നത്. 100% പതീതത്തിൽ നിന്നും 100% പാവനമാക്കുന്നു. ആദ്യത്തെ ജന്മം തീർച്ചയായും സതോ പ്രധാനം തന്നെയാണ് ലഭിക്കുക. കുട്ടികൾ വിചാരസാഗര മഥനം ചെയ്ത് പ്രഭാഷണം നടത്തണം. പിന്നെ ഓരോരുത്തരും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വ്യത്യസ്തമായിരിക്കും. ബാബയും ഇന്ന് ഒരു കാര്യം നാളെ പിന്നെ മറ്റൊരു കാര്യമായിരിക്കും മനസ്സിലാക്കിക്കുക. ഒരേപോലെ മനസ്സിലാക്കിക്കുന്നത് സാധ്യമല്ല. ടേപ്പിൽ നിന്നും ആരെങ്കിലും ആക്യുറേറ്റായി കേട്ടാലും വീണ്ടും ആക്യുറേറ്റായി കേൾപ്പിക്കാൻ സാധിക്കില്ല. വ്യത്യാസം തീർച്ചയായും ഉണ്ടാകുന്നു. ബാബ എന്ത് കേൾപ്പിക്കുന്നു നിങ്ങൾക്കറിയാം. ഡ്രാമയിൽ മുഴുവനും അടങ്ങിയതാണ്. കഴിഞ്ഞ കൽപ്പത്തിൽ കേൾപ്പിച്ചിരുന്ന ഓരോ വാക്കും എന്തായിരുന്നുവോ അത് വീണ്ടും ഇന്ന് കേൾപ്പിക്കുന്നു. ഈ റെക്കോർഡ് നിറഞ്ഞിരിക്കുകയാണ്. ഭഗവാൻ സ്വയം പറയുന്നു, ഞാൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് കേൾപ്പിച്ചിരുന്ന ഓരോ വാക്കും എന്താണോ കൃത്യമായും അത് തന്നെ കേൾപ്പിക്കുന്നു. ഇത് ഷൂട്ട് ചെയ്യപ്പെട്ട ഡ്രാമയാണ്. ഇതിൽ വ്യത്യാസം അല്പം പോലും ഉണ്ടാവുക സാധ്യമല്ല. ഇത്രയും ചെറിയ ആത്മാവിൽ റെക്കോർഡ് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എപ്പോൾ നടന്നിരുന്നു? ഇതും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്നേക്ക് 5000 വർഷങ്ങളേക്കാൾ ഏതാനും ദിവസങ്ങൾ കുറവ് എന്ന് പറയും. കാരണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ഹൃദയത്തിൽ എത്ര സന്തോഷമുണ്ട് നിങ്ങൾക്കറിയാം. ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് 84ൻ്റെ ചക്രം കറങ്ങി. ഇപ്പോൾ വീണ്ടും ശ്രീകൃഷ്ണൻ്റെ നാമരൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. പഴയ ലോകത്തെ പുറംകാൽ കൊണ്ട് തൊഴിക്കുന്നു. പുതിയ ലോകം കയ്യിലുണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ പറയുന്നു ശ്രീകൃഷ്ണൻ വരികയാണ്. തീർച്ചയായും ബാബ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ തന്നെയായിരിക്കും പഠിപ്പിക്കുക. ഈ പഠനം പൂർത്തിയാകുമ്പോൾ ശ്രീകൃഷ്ണൻ ജന്മമെടുക്കും. ബാക്കി പഠനത്തിന് അല്പം ടൈമാണുള്ളത്. തീർച്ചയായും അനേകം ധർമ്മങ്ങളുടെ വിനാശം ഉണ്ടായതിനു ശേഷം ശ്രീകൃഷ്ണൻ്റെ ജന്മം ഉണ്ടായിട്ടുണ്ടാകും. അതും ഒരു ശ്രീകൃഷ്ണൻ മാത്രമല്ല, മുഴുവനും ശ്രീകൃഷ്ണപുരിയായിരിക്കും. ഈ ബ്രാഹ്മണർ തന്നെയാണ് വീണ്ടും ഈ രാജയോഗം പഠിച്ച് ദേവതാ പദവി നേടുന്നത്. ദേവതമാർ ആകുന്നത് തന്നെ നോളജിലൂടെയാണ്. ബാബ വന്ന് പഠനത്തിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നു. ഇത് പാഠശാലയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നു. പഠനം സഹജമാണ്. ബാക്കി യോഗത്തിലാണ് പ്രയത്നം. നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് ഇപ്പോൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പരംപിത പരമാത്മാവിലൂടെ, ശിവബാബ ബ്രഹ്മാവിലൂടെ നമ്മൾ ആത്മാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിഷ്ണുപുരിയുടെ രാജ്യം നൽകുവാൻ നമ്മൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ, ബ്രാഹ്മണികളാണ്. ഇതാണ് സംഗമയുഗം. ഇത് വളരെ ചെറിയൊരു യുഗമാണ്. കുടുമി ഏറ്റവും ചെറുതായിരിക്കുമല്ലോ. പിന്നെ അതിനേക്കാൾ വലുതാണ് മുഖം, അതിനേക്കാൾ വലുത് ബാഹുക്കൾ, അതിനേക്കാൾ വലുത് ഉദരം, അതിനേക്കാൾ വലുത് കാലുകൾ. വിരാട് രൂപം കാണിക്കുന്നു. എന്നാൽ അതിൻ്റെ വിശദീകരണം ആരും നൽകുന്നില്ല. കുട്ടികളായി നിങ്ങൾക്ക് ഈ 84 ജന്മങ്ങളുടെ ചക്രത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. ശിവജയന്തിക്ക് ശേഷമാണ് ശ്രീകൃഷ്ണ ജയന്തി. കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് ഇത് സംഗമയുഗമാണ്. നിങ്ങളെ സംബന്ധിച്ച് കലിയുഗം പൂർത്തിയായി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു.
നിങ്ങളെ സുഖധാമത്തിലേക്കും ശാന്തിധാമത്തിലേക്കും കൊണ്ടുപോകുന്നതിനായി. നിങ്ങൾ സുഖധാമത്തിലെ നിവാസികളായിരുന്നു, പിന്നെ ദുഃഖധാമത്തിൽ വന്നു. വിളിക്കുന്നു, ബാബ വരൂ ഈ പഴയ ലോകത്തിൽ. നിങ്ങളുടെ ലോകമില്ല. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യോഗബലത്തിലൂടെ തൻ്റെ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അഹിംസ പരമോ ദേവീ ദേവതാ ധർമ്മം എന്ന് പറയുന്നുമുണ്ട്. നിങ്ങൾക്ക് അഹിംസകർ ആകേണ്ടതുണ്ട്. കാമ കഠാര പ്രയോഗിക്കരുത്. അടിയും വഴക്കും കൂടരുത്. ബാബ പറയുന്നു, ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷവും വരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമേയില്ല. ബാബ പറയുന്നു, യജ്ഞം, തപം, ദാനം, പുണ്യം തുടങ്ങിയവ ചെയ്ത് നിങ്ങൾ താഴേക്ക് വീണു വന്നു. ജ്ഞാനത്തിലൂടെ തന്നെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. മനുഷ്യനാണെങ്കിൽ കുംഭകർണൻ്റെ നിദ്രയിൽ ഉറങ്ങുകയാണ്. അവർ ഉണരുന്നതേയില്ല. അതിനാൽ ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ വരുന്നു. എനിക്കും ഡ്രാമയിൽ പാർട്ടുണ്ട്. പാർട്ടില്ലാതെ എനിക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിലാണ്. കൃത്യസമയത്ത് വരുന്നു. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ഞാൻ കുട്ടികളായി നിങ്ങളെ തിരികെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ പറയുന്നു മന്മനാഭവ, എന്നാൽ ഇതിൻ്റെയും അർത്ഥം ആരും അറിയുന്നില്ല. ബാബ പറയുന്നു, ദേഹത്തിൻ്റെ സർവ്വസംബന്ധവും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. കുട്ടികൾ ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഈശ്വരീയ വിശ്വവിദ്യാലയം. മുഴുവൻ വിശ്വത്തിനും സദ്ഗതി നൽകുന്ന രണ്ടാമത് ഏതെങ്കിലും ഈശ്വരീയ വിശ്വവിദ്യാലയം ഉണ്ടാവുക സാധ്യമല്ല. ഈശ്വരനാകുന്ന ബാബ സ്വയം വന്ന് മുഴുവൻ വിശ്വത്തെയും ചേഞ്ച് ചെയ്യുന്നു. ഹെല്ലിൽ നിന്നും ഹെവനാക്കുന്നു. അതിൻ്റെ മേൽ പിന്നെ നിങ്ങൾ രാജ്യം ഭരിക്കുന്നു. ശിവനെ ബബുൾനാഥ് എന്നും പറയുന്നു. കാരണം ആ ഒന്ന് വന്ന് നിങ്ങളെ കാമകഠാരയിൽ നിന്നും മോചിപ്പിച്ച് പാവനമാക്കുന്നു. ഭക്തിമാർഗത്തിലാണെങ്കിൽ വളരെയധികം ഷോ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ശാന്തിയിൽ ഓർമ്മിക്കണം. അവർ അനേകം പ്രകാരത്തിലുള്ള ഹഠയോഗവും മറ്റും ചെയ്യുന്നു. അവരുടെ നിവൃത്തി മാർഗം തന്നെ വ്യത്യസ്തമാണ്. അവർ ബ്രഹ്മത്തെ അംഗീകരിക്കുന്നു. ബ്രഹ്മയോഗിയും തത്വയോഗിയുമാണ്. അത് ആത്മാക്കൾ വസിക്കുന്ന സ്ഥാനമാണ്. അതിനെ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നു. അവർ പിന്നെ ബ്രഹ്മത്തെ ഭഗവാനായി മനസ്സിലാക്കുന്നു. അതിൽ ലീനമാകും എന്ന്. അതിനർത്ഥം ആത്മാവിനെ മോർട്ടൽ ആക്കുകയാണ്, നശ്വരമാക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. ശിവ് ബാബ തന്നെയാണ് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒന്ന് വജ്രതുല്യമാണ്. പിന്നെ നിങ്ങളെ ഗോൾഡൻ ഏജിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളുടേതും വജ്രതുല്യ ജന്മമാണിത്. പിന്നെ ഗോൾഡൻ ഏജിൽ വരുന്നു. ഈ നോളജ് നിങ്ങളെ ബാബ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. അതിലൂടെ നിങ്ങൾ ദേവതയാകുന്നു. പിന്നെ ഈ നോളജ് പ്രായേണ ലോപിക്കുന്നു. ഈ ലക്ഷ്മി നാരായണനിലും രചയിതാവിൻ്റെയും രചനയുടെയും നോളജ് ഇല്ല. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പഴയ ലോകത്തിൽ ഇരിക്കവേ ഡബിൾ അഹിംസകരായി യോഗബലത്തിലൂടെ തൻ്റെ പുതിയ ലോകം സ്ഥാപിക്കണം. തൻ്റെ ജീവിതം വജ്രതുല്യമാക്കണം. ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അതിന്മേൽ വിചാരസാഗര മഥനം ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കണം. സദാ ഈ ലഹരി ഉണ്ടായിരിക്കണം. ഈ പഠനം പൂർത്തിയാകുമ്പോൾ നമ്മൾ കൃഷ്ണപുരിയിലേക്ക് പോകും. വരദാനം: അപവിത്രതയുടെ പേരോ അടയാളമോ പോലും സമാപ്തമാക്കി ഹിസ് ഹോളിനെസ്സിൻ്റെ ടൈറ്റിൽ പ്രാപ്തമാക്കുന്ന ഹോളി ഹംസമായി ഭവിക്കട്ടെ. ഏതുപോലെ ഹംസം ഒരിക്കലും കല്ലുകൾ എടുക്കുന്നില്ല, രത്നം ധാരണ ചെയ്യുന്നു. അതേപോലെ ഹോളി ഹംസം ആരുടെയും അവഗുണം, അതായത് കല്ലുകൾ ധാരണ ചെയ്യുന്നില്ല. അവർ വ്യർത്ഥത്തെയും സമർത്ഥത്തെയും വേർതിരിച്ച് വ്യർത്ഥത്തെ ഉപേക്ഷിക്കുന്നു, സമർത്ഥത്തെ സ്വീകരിക്കുന്നു.
ഇങ്ങനെയുള്ള ഹോളി ഹംസം തന്നെയാണ് പവിത്രവും ശുദ്ധവുമായ ആത്മാക്കൾ. അവരുടെ ആഹാരം, വ്യവഹാരം എല്ലാം ശുദ്ധമായിരിക്കും. എപ്പോഴാണോ അശുദ്ധിയുടെ, അതായത് അപവിത്രതയുടെ പേരോ അടയാളമോ പോലും സമാപ്തമാകുന്നത്, അപ്പോൾ ഭാവിയിൽ ഹിസ് ഹോളിനെസ്സിൻ്റെ ടൈറ്റിൽ പ്രാപ്തമാകും. അതിനാൽ ഒരിക്കലും അബദ്ധത്തിൽ പോലും ആരുടെയും അവഗുണം ധാരണ ചെയ്യരുത്. സ്ലോഗൻ: ആരാണോ പഴയ സ്വഭാവ സംസ്കാരങ്ങളുടെ വംശത്തെയും ത്യാഗം ചെയ്യുന്നത്, അവരാണ് സർവംശ ത്യാഗി. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയിൽ ലവ്ലീൻ ആയിരിക്കൂ. ഒരു കാര്യത്തിൻ്റെയും വിസ്താരത്തിലേക്ക് പോകാതെ വിസ്താരത്തിന് ബിന്ദുവിട്ട് ബിന്ദുവിൽ ലയിപ്പിക്കൂ. ബിന്ദുവായി മാറൂ, ബിന്ദുവിടൂ. അപ്പോൾ മുഴുവൻ വിസ്താരവും മുഴുവൻ വലയും സെക്കൻഡിൽ ഉൾക്കൊള്ളപ്പെടും. സമയം ലാഭിക്കും, പ്രയത്നത്തിൽ നിന്നും മുക്തമാകും. ബിന്ദുവായി ബിന്ദുവിൽ ലവ്ലീൻ ആയി മാറും. ഓം ശാന്തി. നിരാകാര സ്വരൂപത്തിൽ ഞാൻ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സഹജമായി ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. സർവസംബന്ധങ്ങൾ കൊണ്ടും സ്വന്തമാക്കി അവിനാശി പ്രാപ്തികൾ നേടിത്തരുന്ന ശിവബാബയുടെ ഓർമ്മ എത്ര സുഖദായകമാണ്. ബാബയുമായുള്ള ഈ അതിമധുരമായ കൂടിക്കാഴ്ചയുടെ അവിനാശി സന്തോഷത്തിലിരിക്കുമ്പോൾ ബാബയിൽ നിന്നും പ്രാപ്തമാകുന്ന ഈശ്വരീയ ഖജനാവുകളാൽ ഞാൻ സമ്പന്ന സ്ഥിതി കൈവരിക്കും. ഈ സമ്പന്ന സ്ഥിതിയിലൂടെ വിശ്വസേവനത്തിൻ്റെ പരിധിയില്ലാത്ത കാര്യത്തിൽ ഞാൻ സഹയോഗി ആവുകയാണ്. സാകാര ലോകത്തിൽ വിഷയസാഗരത്തിൽ ദുഃഖ അശാന്തികളിൽ കഴിയുന്ന ആത്മാക്കൾ ഞാൻ ശിവബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ സർവശക്തികളുടെയും കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുകയാണ്.